ന്യൂസ് ഡെസ്ക് കേരളയിലേക്ക്. നിരക്കുയർത്താൻ തീരുമാനിച്ച് KCB, നട്ടം തിരിഞ്ഞ് ജനങ്ങൾ. നിലവിലുള്ള വൈദ്യുതി നിരക്കിന് പുറമെ അധിക ചാർജ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് KCB. ഇത് സംസ്ഥാനത്തെ ജനങ്ങളെ വീണ്ടും ആകുലതയിലാക്കുന്നു. നിലവിലുള്ള വൈദ്യുതി നിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ വീണ്ടും ആ നിരക്കിനോടൊപ്പം ചാർജ് ഉയർത്താനാണ് KCB തീരുമാനിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് യൂണിറ്റിന് 10 പൈസ വെച്ച് ഈടാക്കാനാണ് നീക്കം. ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് KCB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെ ശുപാർശ സമർപ്പിച്ചു. നിലവിൽ ജാനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവാണ് വേനൽക്കാലമായി വൈദ്യുതി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ പുറത്തുനിന്ന് ഉയർന്ന തോതിൽ വൈദ്യുതി വാങ്ങിയാലേ പ്രതിസന്ധികളില്ലാതെ കടന്നുപോകൂ എന്നാണ് KCBയുടെ വാദം. ഈ ബാധ്യത ഒറ്റയടിക്ക് ജനങ്ങളുടെ മുകളിലിട്ടാൽ അത് ജനങ്ങൾക്ക് താങ്ങാനാകില്ല. തുടർന്ന് സമ്മർ താരിഫ് എന്ന പേരിൽ വേനൽക്കാലത്ത് മാത്രം അധിക ചാർജ് ഈടാക്കിയാൽ ഇത് കുറച്ചുകൂടി ഫലപ്രദമാണെന്നും KCB പറയുന്നു. വൈദ്യുതി നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച വിവരങ്ങൾ KCBയുടെ ശുപാർശകളെല്ലാം തന്നെ പൊതുജനങ്ങളുടെ അറിവിനായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ വാദം കേട്ടതിനു ശേഷമാണ് നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച അന്തിമ ഉത്തരവ് റെഗുലേറ്ററി കമ്മീഷൻ പുറപ്പെടുവിക്കുക. യൂണിറ്റിന് 10 പൈസ നിരക്കിൽ 5 മാസത്തേക്ക് ഈടാക്കിയാൽ 2027 വരെ 350 കോടിയാണ് ബോർഡിന്റെ പോക്കറ്റിലേക്ക് വീഴുന്നത്. വൈദ്യുതി ചാർജും സർചാർജും നിലനിൽക്കുമ്പോൾ തന്നെയാണ് KCBയുടെ പുതിയ പദ്ധതി. ഇതുവഴി സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് ഏറെ കഷ്ടപ്പെടുന്നത്. 2024-25 കാലയളവിൽ വർഷം മുഴുവൻ യൂണിറ്റിന് 30 പൈസയും ഉപയോഗമുയർന്ന 2025 ജനുവരി മുതൽ മെയ് വരെ കാലയളവിൽ സമ്മർ താരിഫ് യൂണിറ്റിനായി 10 പൈസയും അധികമായി ഈടാക്കണമെന്നാണ് പറയുന്നത്. വാർഷിക കണക്കിൽ യൂണിറ്റിന് 34 പൈസ നിരക്കിലായിരിക്കും ബാധിക്കുക. യഥാർത്ഥത്തിൽ 51 പൈസയാണ് ഈടാക്കേണ്ടതെങ്കിലും ഉപഭോക്താക്കൾക്ക് ഭാരമാകാതിരിക്കാനാണ് 17 പൈസയായി കുറയ്ക്കുന്നതെന്നും KCB വ്യക്തമാക്കി. 2025-26 കാലയളവിൽ വർഷം മുഴുവൻ 20 പൈസയും ജനുവരി മെയ്യിൽ സമ്മർ താരിഫായി യൂണിറ്റിന് 10 പൈസയുമാണ് അധികമായി വർദ്ധിപ്പിക്കുന്നത്. വാർഷിക ശരാശരി 24 പൈസയും ആയിരിക്കും. 2026-27 വർഷം മുഴുവൻ യൂണിറ്റിന് 2 പൈസയും സമ്മർ താരിഫായി 10 പൈസയുമായിരിക്കും യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈടാക്കുക. കഴിഞ്ഞ വർഷം റെഗുലേറ്ററി കമ്മീഷൻ ചാർജ് ഉയർത്തിയിരുന്നു. യൂണിറ്റിന് ശരാശരി 20 പൈസ എന്ന നിലയിൽ. ഫിക്സഡ് ചാർജ് കൂടുന്നത് 5 മുതൽ 55 രൂപ വരെ. അതിനു പുറമെയാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഈ പുതിയ തീരുമാനം. നിത്യോപയോഗ സാധനങ്ങൾക്ക് നാൾക്കുനാൾ വില കൂടുന്നത് ജനങ്ങളെ വലയ്ക്കുന്നതിനിടയിൽ ഈ നിരക്ക് വർധന വീണ്ടും ജനങ്ങളെ വലയ്ക്കുമെന്ന് നിസ്സംശയം പറയാം. വിലക്കയറ്റം ഏറ്റവും ഉയർന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. പച്ചക്കറികളുടെയും പല വ്യഞ്ജനങ്ങളുടെയും വിലയിലും ക്രമാതീതമായ ഉയർച്ചയാണ് കണ്ടുവരുന്നത്. ഇതൊന്നും സംസ്ഥാന സർക്കാർ അറിയുന്നില്ല. അതേസമയം കേന്ദ്ര പ്രശ്നമാണ് വിലക്കയറ്റമെന്നും സംസ്ഥാന സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്നുമാണ് സർക്കാർ ഭാഗം. എന്നിരുന്നാലും വൈദ്യുതി മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തിന് സഹായകമായ സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം സമയവും വൻ മൂലധനവും ആവശ്യമാണ്. ഈ രീതിയിലാണ് നിലവിലെ മുന്നോട്ട് പോക്കെങ്കിൽ അടുത്ത 7 വർഷം വില കൂടിയ വൈദ്യുതി വാങ്ങേണ്ടി വന്നേക്കാം. 13,250 കോടി രൂപയുടെ വൈദ്യുതിയാണ് കഴിഞ്ഞ വർഷം വാങ്ങിയത്. 11,000 കോടിയുടെ മുകളിലാണ് അതിനു മുമ്പുള്ള വർഷം വൈദ്യുതി വാങ്ങാൻ ചിലവാക്കിയത്. അങ്ങനെയെങ്കിൽ 2030 എത്തുമ്പോൾ ഏകദേശം 25,000 കോടി മുതൽ മുടക്കി കേരളം വൈദ്യുതി വാങ്ങേണ്ടി വരും. അധിക വരുമാനമില്ലാത്ത, കാര്യമായ വ്യവസായവൽക്കരണമില്ലാത്ത ഒരു സംസ്ഥാനത്തിന് എത്രത്തോളം ഇത് സാധ്യമാവുമെന്ന് കണ്ടറിയാം.